ദക്ഷിണേന്ത്യയിലെ പ്രഥമ സോഷ്യൽ ഇന്നൊവേഷൻ ഉച്ചകോടിക്ക് കൊച്ചിയിൽ തുടക്കമായി. ടി.ജെ. വിനോദ് എം.എൽ.എ. ഉച്ചകോടി ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ സന്നദ്ധ സംഘടനകൾ സാമൂഹിക ഉത്തരവാദിത്ത ഫണ്ടുകളുടെ അഥവാ CSR ഫണ്ടുമായി ബന്ധപ്പെട്ട രാജ്യത്തുള്ള നിയമങ്ങളെക്കുറിച്ചും നയങ്ങളെക്കുറിച്ചും സാക്ഷരരാകേണ്ടത് അത്യാവശ്യമാണ് എന്ന് പ്രമുഖ CSR ഉപദേഷ്ടാവ് നിഖിൽ പന്ത് പറഞ്ഞു. സമൂഹത്തിലെ പ്രശ്നങ്ങളെക്കുറിച്ച് മനസ്സിലാക്കി കമ്പനികളുടെ CSR ഫണ്ടുകൾ നേടിയെടുക്കുന്നതിനും പ്രയോജനപ്രദമായി അത് വിനിയോഗിക്കുന്നതിനും ഈ സമ്മിറ്റ് ഉപകരിക്കും എന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ദക്ഷിണേന്ത്യയിലെ പ്രഥമ സോഷ്യൽ ഇന്നൊവേഷൻ ഉച്ചകോടിയോട് അനുബന്ധിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നാഷണൽ NGO കോൺഫെഡറേഷന്റെ ആഭിമുഖ്യത്തിൽ ഹൈഫിക് കൺസൾട്ടൻസിയുടെ നേതൃത്വത്തിലാണ് ഉച്ചകോടി നടക്കുന്നത്. 2 ദിവസങ്ങളിലായി നടക്കുന്ന ഉച്ചകോടിയിൽ CSR ധനസമാഹരണം, സാമൂഹിക സ്റ്റാർട്ടപ്പുകൾ സമീപിക്കേണ്ട രീതികൾ തുടങ്ങി വിവിധ വിഷയങ്ങളിൽ വിദഗ്ധർ ക്ലാസുകൾ നയിക്കുന്നുണ്ട്. സാക്ഷരതയിൽ ഒന്നാമത് നിൽക്കുന്ന സംസ്ഥാനമാണ് കേരളം. എന്നാൽ CSR ഫണ്ടുകൾ നേടിയെടുക്കുന്നതിനും മറ്റും നമ്മുടെ സന്നദ്ധ സംഘടനകളുടെ അറിവില്ലായ്മ ഈ മേഖലയിലെ പുരോഗതിക്ക് തടസ്സമായി തന്നെയാണ് നിൽക്കുന്നത്. രാജ്യത്തെ വിവിധ കമ്പനികളുടെ സാമൂഹിക ഉത്തരവാദിത്ത ഫണ്ടുകളെക്കുറിച്ച് അഥവാ CSR ഫണ്ടുകളെക്കുറിച്ച് മനസ്സിലാക്കുന്നതിനും അത് നമ്മുടെ സമൂഹത്തിലെ അർഹരായ ഗുണഭോക്താക്കളിലേക്ക് എത്തുന്നതിനും വേണ്ടി പ്രയോജനപ്രദങ്ങളായ പദ്ധതികൾ വിഭാവനം ചെയ്യുന്നതിലും ഈ അറിവ് സഹായിക്കും എന്ന് പ്രമുഖ CSR ഉപദേഷ്ടാവായ നിഖിൽ പന്ത് പറഞ്ഞു. ഇത്തരത്തിലെ സമൂഹത്തിലെ പല നല്ല മാറ്റങ്ങൾക്ക് ചാലകശക്തിയാകാൻ നമ്മുടെ സന്നദ്ധ സംഘടനകൾക്ക് കഴിയും എന്നും അതിൽ യുവാക്കളുടെ പ്രേരണയും പങ്കാളിത്തവും സുപ്രധാനമാണ് എന്നും അദ്ദേഹം പറഞ്ഞു. 2 ദിവസമായി നീണ്ടു നിൽക്കുന്ന പ്രഥമ സോഷ്യൽ ഇന്നൊവേഷൻ ഉച്ചകോടിയുടെ ഉദ്ഘാടനം ലേ മെറിഡിയനിൽ വച്ചാണ് നിർവഹിച്ചത്. ഒറ്റപ്പെട്ടു നിൽക്കുന്ന ഏറ്റവും അവസാനത്തെ കന്യയെ പോലും ചേർത്ത് പിടിച്ച് അവരെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് നാട് ആഗ്രഹിക്കുന്നത്. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അത്തരമൊരു സാഹചര്യത്തിൽ സർക്കാരിനോ അല്ലെങ്കിൽ ഗവൺമെന്റ് സംവിധാനത്തിലോ ചെയ്യാൻ കഴിയുന്നതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയും. അതിലൂടെയാണ് നമ്മുടെ നാടിനും നമ്മുടെ രാജ്യത്തിനും വികസനം ഉണ്ടാകുന്നത് എന്നുള്ളതാണ് എന്നെ പോലെയുള്ള ഒരു പൊതുപ്രവർത്തകന്റെ വിലയിരുത്തൽ. കേരളത്തിൽ തന്നെ 2500-ലധികം സന്നദ്ധ സംഘടനകളെ ഒരു ചരടിൽ കോർത്ത പുഷ്പങ്ങളെ പോലെ മോർത്ത് നൽകിക്കൊണ്ട് മുമ്പോട്ട് പോകുന്ന ഇന്ത്യയിലെ സ്വതന്ത്രമായ സന്നദ്ധ സംഘടനാ കൂട്ടായ്മയാണ്. ആ സ്വതന്ത്രമായ സന്നദ്ധ സംഘടനാ കൂട്ടായ്മ എന്ന് സൂചിപ്പിക്കുവാനുള്ള കാരണം ജാതി, മത, രാഷ്ട്രീയ അല്ലെങ്കിൽ സാമ്പത്തികത്തിന്റെ വേർതിരിവുകൾ NGOസിനുള്ള ആനുവൽ ബഡ്ജറ്റ് ഇതിന്റെ ഒന്നും ഒരു വിഭാഗീയതയില്ലാതെ അങ്ങനെ യാതൊരു ക്ലാസിഫിക്കേഷനും ഇല്ലാതെ ഇന്ത്യയിലെ മുഴുവൻ സന്നദ്ധ സംഘടനകളെയും ഒരു പ്ലാറ്റ്ഫോമിൽ ഒരുമിച്ച് നിർത്തിക്കൊണ്ട് സാമൂഹിക സമഗ്രതയ്ക്ക് വേണ്ടിയുള്ള ഒരു വലിയ ലക്ഷ്യം അത് യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടിയുള്ള പ്രയാണമാണ് നാഷണൽ NGO കോൺഫെഡറേഷൻ സാധ്യമാക്കിക്കൊണ്ടിരിക്കുന്നത്. CSR funds in Kerala are pretty less. Few sessions that we have, we will actually be telling you about the law. I will personally be guiding you through some of those sessions, but we have some very wonderful speakers. We just Sanjay, I can see my dear friend Sanjay Bhatia is here from a very big company called Genpact. That's a global company doing some amazing CSR work. നാഷണൽ NGO കോൺഫെഡറേഷൻ കോർഡിനേറ്റർ അനന്തു കൃഷ്ണൻ, HP സോണൽ ഹെഡ് സിനേഷ് ശ്രീധർ, പ്രൊഫസർ ശിവൻ അമ്പാട്ട്, ഡയറക്ടർ ബോർഡ് മെമ്പർമാരായ ഡോക്ടർ ബീന സെബാസ്റ്റ്യൻ, പ്രസാദ് വാസുദേവ്, ബേബി കിഴക്കേ ഭാഗം, ഷീബ സുരേഷ് തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. സമൂഹത്തിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിനു വേണ്ടി നവീനമായ ആശയങ്ങൾ വിഭാവനം ചെയ്ത് നടപ്പിലാക്കുന്നതിന് സന്നദ്ധ സംഘടനകളെ സംയോജിപ്പിച്ചുകൊണ്ട് അവർക്ക് വേണ്ടുന്ന ബോധവൽക്കരണവും പരിശീലനവും നൽകുക എന്നതാണ് ഈ ഉച്ചകോടി കൊണ്ട് ലക്ഷ്യമിടുന്നതെന്ന് നാഷണൽ NGO കോൺഫെഡറേഷൻ കോർഡിനേറ്റർ അനന്തു കൃഷ്ണൻ പറഞ്ഞു. സാമൂഹിക സംരംഭങ്ങളെ ശക്തിപ്പെടുത്തുന്നതിന് ഉതകുന്ന നൂതനമായ സമീപനങ്ങൾ, സാമൂഹിക സ്റ്റാർട്ടപ്പുകളെ ശാക്തീകരിക്കേണ്ട വിധം, സുസ്ഥിര സ്വാധീനത്തിനായുള്ള കോർപ്പറേറ്റ് NGO സഹകരണം, നോൺ പ്രോഫിറ്റ് സംഘടനകൾക്ക് ധനസമാഹരണത്തിനു വേണ്ടതായ പുതിയ ട്രെൻഡുകൾ തുടങ്ങിയ വിഷയങ്ങളിൽ വിവിധ സെഷനുകൾ ഉച്ചകോടിയുടെ ആദ്യ ദിവസം നടന്നു. കോളേജ് വിദ്യാർത്ഥികൾക്കായി സംരംഭകത്വത്തിന് വേണ്ടുന്ന മാർഗനിർദ്ദേശങ്ങൾ നൽകുന്ന പ്രത്യേക സെഷനും കൂടെ സംഘടിപ്പിച്ചു. ദക്ഷിണേന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിലെ വിവിധ ജില്ലകളിൽ നിന്നുമായി 2000-ഓളം സന്നദ്ധ പ്രവർത്തകരും സംഘടനകളും 2 ദിവസത്തെ ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നുണ്ട്.